ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ദീപ്തി ദീപ്തിയെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പോൾ അവർ കല്യാണം കഴിച്ചു, കല്യാണമൊക്കെ കഴിഞ്ഞു, നല്ല ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു അവസരത്തിൽ നല്ല സന്തോഷമുള്ളൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ, എന്താ പറയുക, നമ്മൾ റാണിയാക്കാനെ കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ് അന്ന്. എല്ലാവർക്കും അറിയാമായിരിക്കും, ദീപ്തി നിരന്തരം ഓരോ കമൻറ്റുകൾ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ദീപ്തി തന്നെ അവരുടെ ഫേസും ഇതെല്ലാം കാണിച്ചതായിരുന്നു. ഈ ഒരു പുള്ളിക്കാരിയാണ് എനിക്കിങ്ങനെ ഒരു കമൻ്റ് ഇടുന്നത്. ഇത് ഒട്ടുമിക്ക വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ അതിൻ്റെ താഴെ പോയിട്ട് ഇങ്ങനെയുള്ള ഈ പുള്ളിക്കാരി കമൻറ്റ്സ് ഇടാറുണ്ട്. അതുപോലെ VR in Love എന്ന് പറഞ്ഞവരും പൊക്കിയതാണ് ഇവരെ. അവർ നേരിട്ട് വീട്ടിൽ പോയിട്ട് പൊക്കി അവരുടെ ഓഞ്ഞ മോന്തയൊക്കെ കണ്ടതാണ്. എന്തായാലും ഇവർ ഈ ഒരു മാരേജിൻ്റെ ആ ഒരു വീഡിയോൻ്റെ താഴെയും ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റ് ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ, നമുക്കൊന്ന് കാണാം. എന്തിനെങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇത്രയും നാണം കേട്ടിട്ടും വീണ്ടും അവരെ പോയിട്ട് ശല്യപ്പെടുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടെന്നാണ് എനിക്ക് റാണിയോട് ചോദിക്കാനുള്ളത്. നമുക്ക് ആ ഒരു കമൻ്റ് ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. സ്വന്തം കുഞ്ഞിനോട് താല്പര്യം തോന്നേണ്ട അമ്മയ്ക്ക് അത് തോന്നുന്നില്ലെങ്കിൽ വളർത്തുവാൻ കൊണ്ടുവന്ന ഇവർക്കെങ്കിലും അത് കാണിക്കണ്ടേ. പക്ഷേ കുട്ടിയെ കൊണ്ടുവരുന്നത് ഒരു ഷോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കുട്ടി ഇവരുടെ വീട്ടിൽ നിന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റത്തില്ല. പക്ഷേ ചാനലുകളുടെ മുമ്പിൽ ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ? ചുമ്മാ ഓരോ പ്രഹസനങ്ങളുമായിട്ട് ഇരുന്നിട്ട് ആളുകൾ സത്യം പറഞ്ഞാൽ ഉടനെ അവരുടെ തലയിൽ കയറി ഇറങ്ങും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അവനുമായി കമ്പനി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുമല്ലോ. ഇവർക്ക് എന്തിൻ്റെ സൂക്കേടാണ്? അതൊന്നും അത് ആ ഒരു കുഞ്ഞിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ്? ഇവർക്ക് അതൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇവർ ചുമ്മാ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ അക്കാനോട് ചോദിക്കാനുള്ളത്, അക്കാന്നല്ല, നല്ല ഇതാ വരുന്നത്, പക്ഷെ ഞാൻ അക്കാന്ന് പറയുകയാണ്. റാണി അക്കാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടി മണ്ഡപത്തിൽ വരുമ്പോൾ ആ കൊച്ചിനെ ഒറ്റയ്ക്ക് അവിടെ വീട്ടിലിട്ടിട്ട് വരണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ആ ദീപ്തിൻ്റെ കല്യാണം ആകുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ എല്ലാ ബന്ധുക്കാരും വരും, വീട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്നല്ലേ ഒക്കത്തുള്ളൂ. ആ കുഞ്ഞിനെ വീട്ടിലിട്ടിട്ട് വരാൻ പറ്റത്തില്ലല്ലോ, വീട്ടിൽ ആരും നോക്കാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്നതിൽ എന്താണിപ്പോൾ ദീപ്തിക്ക് ഈ റാണിയക്കാക്ക് എന്താണ് പ്രശ്നം? അവർക്ക് ഒരു വളർത്തുന്ന കുഞ്ഞ് അവരെ കൊണ്ടുപോകുന്നു, അതിന് നിങ്ങൾക്ക് എന്താണ് ഇത് കുഴപ്പം? അതിന് ഉടനെ ഇതിന് പ്രഹസനം അത് ഇതെന്ന് പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ട് അവർ കുഞ്ഞിനെ കൊണ്ടുവന്നു, അതായിരിക്കും ഇത്. അതിന് നിങ്ങൾ എന്തിനെങ്ങനെ കുരു പൊട്ടിക്കുന്നത് മനസ്സിലായില്ല. ഇപ്പോൾ ദീപ്തിയെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ദീപ്തിയുടെ ആ ഒരു മനസ്സിന് നമ്മൾ നന്ദി അല്ലെങ്കിൽ നമ്മൾ ഇതാണ് പറയേണ്ടത്. അത്രയും സ്നേഹം അതുപോലെ തന്നെ നന്മയുള്ളവർക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് ഇതുപോലെ പൊന്നുപോലെ വളർത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെയും കുശുമ്പും പുന്നായ്മയുള്ളവർക്കൊന്നും ഇത് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കമൻ്റ് ഇടാനൊക്കെ നമുക്ക് പറ്റും, പക്ഷേ ഇങ്ങനെയൊന്നും നമ്മൾക്ക് പ്രവർത്തിക്കാൻ പോലും, അല്ലെങ്കിൽ നമുക്കൊരു 10-50 രൂപ കൊടുത്തിട്ട് പോലും ഒരാൾ സഹായിക്കാൻ പറ്റില്ല. അങ്ങനെ പോലും പറ്റാത്ത ഒരു കാലഘട്ടം ഇപ്പം. ആ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു കുഞ്ഞ്, ആരോ പ്രസവിച്ച ഒരു കുഞ്ഞിനെ ഇത്രയും സ്നേഹം കൊടുത്ത് ആ ഭാര്യയും ഭർത്താവും നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ എത്ര മാത്രം നല്ല മനസ്സാണെന്നൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ കാണുന്നവരൊക്കെ പറയും അവർ റീച്ചിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞിനെ അവർ വളർത്തുന്നത്, അല്ലാതെ ഇതിലൊരു തേങ്ങയിലൊരു മാങ്ങയില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പറയാൻ എളുപ്പമാണ്, അത് പ്രവർത്തിച്ച് കാണിക്കണം. അവരുടെ ആ ഓരോ എല്ലാ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവർ എന്താ പറയുക, റീച്ചിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഇതൊന്നുമല്ല. അവർ ഫസ്റ്റത്തെ ഇതിൽ മാരേജിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നതാണ്. പിന്നെയാണ് ഈ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കമൻറ്റ് എങ്ങനെയാണ്, അതും കൂടെ ഒന്ന് വായിച്ചു തരാം കേട്ടോ. പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല, 2 വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേയുള്ളൂ. പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല. പാവം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാ. പാവങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയരുത്. അവരുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം തകർന്നെന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ അവൻ കള്ളു കുടിക്കാത്ത നല്ലവനായതുകൊണ്ട് ഇതും സന്തോഷപൂർവ്വമായിരിക്കും എന്നാണ് അവൾ പറയുന്നത്. ഏത് കുടിക്കാത്തവനായാലും ഇവിടെ സ്വഭാവത്തിന് 6 മാസം തികച്ച് എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ല ആയിരിക്കില്ലേ? ലോട്ടറി അടിച്ചത് അല്ലേ? എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ, നാട്ടുകാരെ അവിഹിതമില്ലെന്ന് പറഞ്ഞ് അങ്ങ് കണ്ണടയ്ക്കുക, എന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ, അവളുടെ അഹങ്കാരം ഒക്കെ കുറച്ച് ഒതുങ്ങട്ടെ. പിന്നെ
നട്ടെല്ലുള്ളവനായതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല. ആഹാ അഥവാ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവൾക്കറിയാം, എക്സ്പീരിയൻസ് ഉള്ളതല്ലേന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടിട്ട്? അവർ ശരിയാണ്, അവർ ഫസ്റ്റത്തെ മാരേജിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ജീവിതത്തിലോട്ട്, അതും അടുപ്പായിട്ട് അയാൾ കള്ളുകൂടിയും കാര്യങ്ങളും ഒരുപാട് ഉപദ്രവവും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിന്ന് മുക്തിയായി പിന്നെ കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഇദ്ദേഹം വരുന്നു. പിന്നെ അങ്ങനെയാണ് വേറൊരു കല്യാണത്തിനെ കുറിച്ച് പുള്ളിക്കാരി തീരുമാനിക്കുന്നതും അങ്ങനെ കല്യാണം കഴിക്കുന്നതും. ഇതിപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമോ അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. സെക്കൻഡ് മാരേജ് എന്താ ഇത്ര വലിയ തെറ്റാണോ? അപ്പോൾ സെക്കൻഡ് മാരേജിലും ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ അവനവൻ്റെ ഓരോ വിധിയാണ്. ഇപ്പോൾ ഫസ്റ്റ് മാരേജിലും സെക്കൻഡ് മാരേജിലും നമ്മുടെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ നടക്കത്തുള്ളൂ. ആദ്യത്തവൻ കള്ളുകൂടിയനാണ് പറഞ്ഞിട്ട് ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് രണ്ടാമതും അങ്ങനെ ആകണം, ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് എന്തിനാ അവർ ദ്രോഹിക്കുന്നത് മനസ്സിലാവുന്നില്ല. അവർ ഹാപ്പി ആണെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിച്ച ആളെ കുഞ്ഞാവ എന്തോ ആണ് വിളിക്കുന്നത്. അതിനെന്താണ് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടം. അവർ അത്രമാത്രം സ്നേഹത്തിലായി അവർ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് അത്. 2 വർഷം കൂടെ താമസിച്ചു എന്ന് പറയുന്നത് അവർ 2 വർഷം മനസ്സിലാക്കാനുള്ള ടൈം ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് നല്ലതാണെന്ന് തോന്നി അവരത് വിവാഹം കഴിച്ചു. അതിനിപ്പോൾ എന്തിനാ ഇത്രമാത്രം ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് അവരെ ദ്രോഹിക്കുന്നത്? അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുമെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കും. ഒരു ജീവിതത്തിൽ തകർച്ച പറ്റിയെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ജീവിതത്തിലും തകർച്ച പറ്റണമെന്നില്ല. ചിലവിടെയൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ എല്ലാവരുടെയും അത് സംഭവിക്കണമെന്നൊന്നുമില്ല. ഒരു ഇതായാലും ചിലപ്പോൾ രണ്ടാമത്തത് നല്ല ഹാപ്പിയായി നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഇത് വരും. നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ആശീർവദിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന കമൻറ്റുകളിട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. അതിലെന്ത് സുഖമാണ് കിട്ടുന്നത്? ഇപ്പോൾ ഈ റാണി ഇവരെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് ഒരാളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ നിങ്ങളുടെ ആ കുടുംബത്തോടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ പറയും. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് ഇതാകും. നിങ്ങളുടെ മക്കൾക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അവരെ കുത്തി നോവിക്കുമോ? അപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. ഇപ്പോൾ ആ ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഓരോ കാര്യങ്ങളും പുള്ളിക്കാർ ചെയ്യുന്ന ഓരോ നന്മകളും എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവർക്കിപ്പോൾ ഇത്രയും വ്യൂവേഴ്സ് ഉണ്ട്, അവരിത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ തരം താഴ്ത്തി ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് അവരെ ഒന്നും അല്ലാതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ റാണിയൊക്കെ കിട്ടിയതൊന്നും പോരാ തോന്നുന്നുണ്ട്. ഇനിയും ഇതിൽ കൂടുതൽ എന്തോ കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളിട്ട് വീണ്ടും പുള്ളിക്കാരി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പുള്ളിക്കാരി എന്തോ ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇത് ചെയ്യുന്നതാണ് എനിക്ക് ഈ ഒരു ഇതൊന്നും മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളൊക്കെ ഇല്ലേ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന് മാത്രമേ എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും ദീപ്തി ടീച്ചർക്കും ദീപ്തി ടീച്ചർ അവരുടെ രണ്ടുപേരിലും ദാമ്പത്യ ജീവിതത്തിൽ ഇനിയൊരു ഇതും ഇല്ലാതെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.